ഒരു വേഗത്തിൽ നീ കൂട്ടുവരുത്തണമേ കർത്താവേ. ഇന്ന് പോൽക്കാലം അവിടെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളെ ധാരാളമായി സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും അവന്മേലിരിക്കും. സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ. നിന്നിൽ ആശ്രയിപ്പാൻ, അങ്ങയിൽ ആശ്രയിപ്പാൻ കർത്താവേ ഞങ്ങളെ കാലകാലങ്ങളായി വിളിക്കുകയും സ്വർഗീയ കുടുംബത്തിൽ ഞങ്ങളെ അംഗങ്ങളാക്കുകയും ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ ദർശനത്തിന് കർത്താവേ ഞങ്ങൾ അനുസരണക്കേട് കാണിക്കാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂടിയവരോടും ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളിലും അങ്ങയുടെ നാമത്തെ മാത്രം ഉയർത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വിശുദ്ധിയും ഹൃദയ നിർമ്മലതയും ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ കാലത്ത് എല്ലാ ശുശ്രൂഷകളോട് കൂടെ അവിടെ ഉണ്ടാവണമേ. നല്ല സങ്കീർത്തനം ഞങ്ങൾക്ക് തരണമേ. നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ. ശുശ്രൂഷിപ്പാൻ ദാസിനെ ബലപ്പെടുത്തണമേ. സാക്ഷ്യത്തിനായ പ്രബോധനത്തിനായി ഓരോരുത്തരെയും കർത്താവേ ഇന്ന് പോൽക്കാലം അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ വിട്ട് ദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരുണ്ടല്ലോ, വിവിധ സ്ഥാനങ്ങളായിരിക്കുന്നല്ലോ, അവരെയൊക്കെ കർത്താവേ നീ സഹായിക്കണമേ. അവിടുത്തെ കൃപയുടെ ഹല്ലേലൂയ ബഹുത്വത്തിൽ ആരാധിപ്പാനും കർത്താവേ അങ്ങനെ ആശ്രയിപ്പാനും മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് അടിയങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ അങ്ങ് സാലോചിതാട്ടെ. നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവേ സ്തുതിയുള്ള ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടരെയും ബലപ്പെടുത്തി സഹായിച്ചാട്ടെ. ഉന്നതനാമത്തിൽ ആശ്രയിച്ചിടമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന അങ്ങ് കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരമുയർത്തി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ, ഇവിടെ കടന്നു വരുവാൻ ദൈവം ഒരുക്കുന്ന വലിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 131:3 ഇങ്ങനെ പറയുന്നു: ഇസ്രായേലെ ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. അങ്ങനെയെങ്കിൽ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? പകൽക്കാലം നമുക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ, നമുക്ക് വേണ്ടി ജയം നൽകുന്ന ഒരു ദൈവം. ഇന്ന് പകലും നാം അവൻ്റെ സാന്നിധ്യമാണ് അനുഭവിക്കുന്നത്. നാം നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ് അനുഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊതിയുള്ളവർ നാം ഒരുമിച്ച് അല്പസമയം ആ നല്ല നാഥൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പോവുകയാണ്. ചേർന്ന് കരമെല്ലാം തട്ടി ഒരുമിച്ച് നമുക്ക് അവൻ്റെ നാമത്തെ ഉയർത്താം. ഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. കാഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ചയിൽ നീയെ കാത്തവനെ, കാഴ്ചയിൽ ഓർത്തവനെ, വീഴ്ചയിൽ നീയെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ വാഴ്ചയേകി ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ വാഴ്ചയേകി നിത്യം ചേർത്തവനെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നിശ്ചയമായി. ശത്രുവിൻ തല തകർത്തവനെ, ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാമേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക ഓ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഓ കഷ്ടവും മഹാശാസനയും നിന്ദയുമുള്ള ദിനവും
ശാസനയും നിന്നയുമുള്ള ദിനഭൂമിതേ. ഉള്ളം കലക്കും കള്ള സഹോദര അള്ളൂര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദര അള്ളൂര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നിശ്ചയമായി. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയി. മന്നരിൽ മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഓ പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും നീ കുടിക്കും. ഓ പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും നീ കുടിക്കും. മരുഭൂ പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയില്ലോ. മരുഭൂ പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ആശിച്ച ദേശം കാണുകയാ, ക്ലേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയാ, എന്റെ ക്ലേശമഖിലവും നീങ്ങുകയാ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ. സ്തോത്രഗീതം സ്തോത്രഗീതം പാടുക നീ, ഓ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം നീ മനമേ, കർത്തൻ ജയം നൽകിടും. താഴ്ചയിൽ നമ്മെ ഓർത്തവൻ, താഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ചയിൽ നീയെ കാത്തവനെ. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയിൽ നീയെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ, വാഴ്ചയെ നീ നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ, വാഴ്ചയെ നീ നിത്യം. കാഴ്ചയാലല്ല കാഴ്ചയാലല്ല വിശ്വാസത്താലെ, വാഴ്ചയെ നീ നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ, വാഴ്ചയെ നീ നിത്യം. സ്തോത്രഗീതം സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും. ഒന്നിലും പതറിയിടരുതേ, ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. കണ്ണീരിൽ മന്നവൻ നമ്മോടു, എന്നും അവൻ നമ്മെ വഴി നട
നടത്തും. മന്നരിൽ മന്നവൻ നമ്മോട് എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ എന്നും അവൻ നമ്മെ വഴി നടത്തും. യേശു മണാളൻ ചേർത്തിടും ശോഭിത മണവാട്ടിയായ പ്രത്യാശയോടെ. യേശു മണാളൻ ചേർത്തിടും ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും ശോഭിത മണവാട്ടിയായ നമ്മെ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാം യേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാം യേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ ശത്രു മുൻപാകെ സകല സ്തുതികൾക്കും യോഗ്യനായവന്, സകല പുകഴ്ചയ്ക്കും യോഗ്യനായവന് ഞങ്ങളെ ചേർന്ന് ആരാധിക്കുന്നു കർത്താവേ. ശമനധരവൈടവരേ ചുടരക്ഷകരം ധരവൈടവരം ധരവരേ ചൂടവരാധര വൈശവനം ധരവൈടവരം ധരവൈശവനം ധരവൈടവരാ ധരവൈശവരേ വീവലവൗടവരം ധേരകതേ വൈശവനം ധരവൈടവരേ. We thank you for your presence, Father. ശമനധരവൈടവ രക്ഷകരം ധരണീവലവൈടവനം ധേരകതേ ചൂടവരാധര വൈശവനം ധരവൈടവരം ധരവൈശവരേ. അന്യഭാഷകളിൽ അല്പസമയം സ്തുതിച്ചു തുടങ്ങട്ടെ. ഇതിനകത്ത് ദൈവജനം ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയട്ടെ. ശമനം ധരവൈടവ രക്ഷകരം ധേരകതേ വീവലവലവലവൗടവ രക്ഷകരം ധേരകതേ ചൂടവരാധര വൈശവനം ധരവൈടവരം ധരവൈശവരേ അർത്ഥകരം ധരവൈടവരം ധരവൈശവനം ധരവൈടവരേ വീവലവലവലവൗടവരാധര വൈശവനം ധരവൈടവരേ ചൂടവരാധര വൈശവനം ധരവൈടവരാധര വൈശവരേ അർത്ഥകരാധര വൈടവരം ധരവൈശവനം ധരവൈടവരേ ചൂടാരകതാ വീവലവലവലവൗടവരാധര വൈശവരേ അർത്ഥാരകതാ വൈശവനം ധരവൈടവരാധര വൈശവരേ വീവലവലവലവൗടവരം ധരവൈശവനം ധരവൈടവരേ ചൂടവരക്ഷകരം ധേരകതേ വൈഡൽ പ്രബലേ വൈശവരേ ചൂടാരകതാ വൈഡാരകതേ അർത്ഥേ രകതേ വൈശവന. ശമനം വലവലവലവ ശമന്ധേരിയേ ചൂടരകതേ വീവലവലവലവൗടവരക്ഷകരം ധേ ചൂടവരക്ഷകരം ധര വീവല വൈശവനം ധരവൈടവരേ ചൂടാരാധേരേ വീവാന വൈഡേ ശമനാധേരേ വീവാവ വൈഡേ ശമനം ധേരകതേ ചൂടരക്ഷേരകതേ അർത്ഥേരേ രകതേ വീവൽ പ്രബലന്തേ വൈഡേരേ വൈഡ ശമനാധേരേ രാമനാധേരേ ഓരവവവവ ശങ്കരാധരാധര ചൂടരവലവലവല വംശപ്രബലവല വൈഡേ ചൂടരകടകടകദുരവലവലവല വംശപ്രബലിയാധരേ ശമവവവവവ ശങ്കരാധരാധരാധരാധര വീവലവലവലവലവല പ്രബല വൈശവന്ധേരിയാധരേ. എല്ലാവർക്കും അതത് സ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരിക്കും. ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കർത്തൃദിവസത്തിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിവരുത്തിയ വലിയ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമരുളുന്നു. സ്തോത്രം. അക്കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് നല്ലൊരു സ്തോത്രം കൊടുക്കാം. ഈ ശബ്ദത്തോടെ പോരാ, നമ്മുടെ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആർപ്പോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമ്മെ മാത്രം കണ്ട് സ്വർഗം വിട്ടു വന്ന കർത്താവ് നമുക്ക് വേണ്ടി കരുതാതിരിക്കുകയില്ല. ആരെങ്കിലും ഏതെങ്കിലും പ്രയാസത്തിലൂടെ മനസ്സിൻ്റെ വ്യഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതാതിരിക്കുകയില്ല.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 37-ാം വാക്യം ഇന്ന് പകലിലെ വചനധ്യാനത്തിനായിട്ട് നമുക്കെടുക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 37-ാം വാക്യം. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. 31-ാം വാക്യം കൂടെ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവവചന ഭാഗങ്ങൾക്കായിട്ട് ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ളവർ ഒരിക്കൽ കൂടെ കരമുയർത്തി. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ വായിച്ച് തുടങ്ങിയ വേദഭാഗം ഇങ്ങനെയാണ്: ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു, അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. ഏതാണ് ആ കാലം? നമ്മളൊക്കെ ഫേസ്ബുക്ക്, നവമാധ്യമങ്ങൾ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, പിന്നെന്താ ട്വിറ്റർ, പിന്നെ ടെലിഗ്രാം, അങ്ങനെ ഒത്തിരി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും. മിക്കവാറും എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു എസ്തേർ അടക്കം ഫോൺ ഉപയോഗിക്കുന്നവരാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ ഫോൺ എടുത്തുവെച്ച് യൂട്യൂബിൽ ആ മൈക്കിൻ്റെ ബട്ടൺ അമർത്തിയിട്ട് സാൻഡ പറഞ്ഞു ടോം ആൻഡ് ജെറി കാർട്ടൂൺ. ഉടനെ ആ സാധനം കയറി വന്നു. അപ്പോൾ ഇവർക്കറിയാം എന്ത് കാണണം, എങ്ങനെ കാണണം, എങ്ങനെ അതിനകത്തേക്ക് കയറണം, എങ്ങനെ ആ ലിങ്ക് എടുക്കണം, ഇതെല്ലാം ഇവർക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് ചോദിച്ചാൽ മതി. ഈ മുൻപിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി. ഫോൺ സംബന്ധിച്ച് കുഞ്ഞമ്മാമയ്ക്കൊക്കെ ഒത്തിരി സംശയമുണ്ട്. സ്തോത്രം. ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിലൊക്കെ അമ്മമ്മയുടെ വോയിസ് കോള് ഇടയ്ക്ക് കയറി വരും. വിൽസിച്ചാൻ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും, പാസ്റ്ററെ അമ്മയുടെ ഒരു ക്ലിപ്പ് കിടപ്പുണ്ട്, പെട്ടെന്നൊന്ന് ഡിലീറ്റ് ചെയ്യണം. സ്തോത്രം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കും ഇതൊക്കെ നവമാധ്യമങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു കാലഘട്ടത്തിലെ ഒരു പദപ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ട്. ട്രെൻഡിനൊപ്പം, ഇല്ലേ? ട്രെൻഡിനൊപ്പം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് അറിയേയില്ല പാസ്റ്റർ, ഇത് ഏത് ലോകത്തെ കാര്യമാണ് പറയുന്നത്? ഇല്ലേ ദൈവമക്കള്? ട്രെൻഡിനൊപ്പം. ഈ ട്രെൻഡിനൊപ്പം നമ്മളും അതിനൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ ഫോളോവേഴ്സ് ഇതിനകത്തിരിക്കുന്ന പലവരും ഈ മിണ്ടാതെ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്നെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ എടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരാളുടെ ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചേടാ പെട്ടെന്ന് നെറ്റൊന്ന് ഓണാക്കി. എന്നോട് പറഞ്ഞു നെറ്റില്ലെന്ന് പറഞ്ഞു. നെറ്റ് ഇതിനകത്തില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വൈഫൈ ഉണ്ടല്ലോ, നമ്മുടെ ചർച്ചിൻ്റെ വൈഫൈ. അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഫോണൊന്നും ഞാൻ മേടിച്ചേച്ച് വൈഫൈ കണക്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ വൈഫൈ ചർച്ചിൻ്റെ വൈഫൈ ആയിട്ട് ഓട്ടോമാറ്റിക് ലിങ്കായി. അപ്പം ഞാൻ ചോദിച്ചേടാ നെറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു നല്ലൊരു ചിരി പാസ്സാക്കി. അപ്പം ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, ഓരോ മാസവും ഓരോ ട്രെൻഡായി ഇപ്പം, അല്ലേ? ഓരോ മാസവും ഓരോ ട്രെൻഡായി. ഏപ്രിൽ നമുക്ക് ഭയങ്കര കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ളൊരു ട്രെൻഡായിരുന്നു. നമ്മൾ 4 പേര് 5 പേര് കൂടിയാൽ നമുക്ക് പറയാനുള്ളത് മൊത്തം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചായിരുന്നു. സ്തോത്രം. മെയ് മാസമായപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, മെയ് മാസത്തിൽ നമ്മുടെ ഗവൺമെൻറ് കയറിയതിന് ശേഷം അതായിരുന്നു ട്രെൻഡ്. നമ്മുടെ ഫേസ്ബുക്ക് തുറന്നയാൾ, നമ്മുടെ മാധ്യമം തുറന്നാൽ ട്രെൻഡ് അതായിരുന്നു. ശ്രദ്ധിച്ചല്ലോ, മെയ് മാസത്തിലൊരു വേർഡ് ശ്രദ്ധിച്ചത് ഓർമ്മയുണ്ടോ? ഏതാ വേർഡ്? പൂക്കി.
എന്താ ആ വേർഡിന്റെ അർത്ഥം, ആ പദത്തിന്റെ അർത്ഥം? നമുക്ക് ആർക്കെങ്കിലും അറിയോ? പൂക്കി. അറിയാവുന്നവരൊന്ന് കൈ ഉയർത്തി പറഞ്ഞേ. എന്താ ബ്ലസ്സി? പൂക്കി. നമ്മളെല്ലാവരും പറയുന്നുണ്ട് പൂക്കി പൂക്കി പൂക്കി. പക്ഷെ എന്താ പദം? ബ്ലസ്സി പറഞ്ഞേ. ബ്ലസ്സി കൈ ഉയർത്തിയല്ലോ, സ്തോത്രം. പൂക്കി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒന്ന് ആ വേർഡിൻ്റെ ഇതിൻ്റെ ടെർമിനോളജി, ഇതിൻ്റെ ബിഹൈൻഡ് ഈ വേർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കിയപ്പോൾ വേറെ ഒന്നുമില്ല, ക്യൂട്ട് എന്നാണ്. ക്യൂട്ട്, സ്വീറ്റ് ഹാർട്ട് എന്നാണ് പൂക്കിയുടെ അർത്ഥം. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറ് ഏതോ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് കൊടുത്ത ഒരു സ്മൈല്, ആ ക്യൂട്ട് സ്മൈല്, ആ ചിരി വന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ പൂക്കി മുഖ്യമന്ത്രി എന്നൊരു പദം വന്നു. ഞാൻ ഓർത്ത് ഈ പൂക്കി എന്തായിരിക്കും, കളിയാക്കിയതാണോ ഇതാണോ? പിന്നീട് മനസ്സിലാക്കി പൂക്കി എന്ന് പറഞ്ഞാൽ ക്യൂട്ട്, സ്വീറ്റ് ഹാർട്ട്, ഇങ്ങനെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പോൾ മെയ് മാസം മുഴുവൻ ഇതൊരു ട്രെൻഡായിരുന്നു, ഒരു സമയമായിരുന്നു പൂക്കി. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് വേണ്ടേ, ഈ ജൂൺ മാസം പകുതിയോടെ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ട്രെൻഡ് മാറി. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ ആൽവി ഒന്ന് പറഞ്ഞേ? ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ? ഒന്ന് പറഞ്ഞേ ആൽവി. ഇപ്പോഴത്തെ ട്രെൻഡ് ലോകകപ്പല്ലോ, ഫിഫ അല്ലേ? ലോകകപ്പ് എന്ന് പറഞ്ഞ ഫിഫ. എല്ലാവർക്കും പറയാനുള്ളതും സംസാരിക്കാനുള്ളതും ഫിഫയെ കുറിച്ചാണ്. എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോഴേ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തിനാണ് നമ്മൾ ഈ കിടന്ന് പുകല് പിടിക്കുന്നത്, ഉറക്കം ഉളയ്ക്കുന്നതും, നമ്മൾ ഈ കിടന്ന് ആവേശം കൊള്ളുന്നതും, നമ്മൾ ഈ ഇത്രയും പൈസ നിങ്ങൾ നോക്കിക്കേ, എത്ര ഫ്ലെക്സാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. പിറവത്ത് ഒരു അപ്പനും അമ്മയും മരിച്ചു, കുഞ്ഞുങ്ങൾ മരിച്ചു. എങ്ങനെ? ആത്മഹത്യ ചെയ്ത് മരിച്ചപ്പം ആ മരണവാർത്തകൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അതിനിടയിൽ ഒരു കമൻറ്റ്, ഒരു പോസ്റ്റിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് ശ്രദ്ധിച്ചു. ഇപ്പോഴത്തെ ഈ ട്രെൻഡ് ഫിഫ വേൾഡ് കപ്പിനൊക്കെ നമ്മുടെ കവലകളിൽ എന്തുമാത്രം പൈസയ്ക്കാണ് ഫ്ലെക്സുകൾ ഉയർത്തുന്നത്. എല്ലാവരും കൂടെ ആ ഫ്ലെക്സിൻ്റെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു പണം, ആ ഫ്ലെക്സിന് ചെലവഴിക്കുന്ന പണം കണ്ടെത്തിയാൽ ഇങ്ങനെ നിർധരരായിട്ടുള്ള എത്രയോ ആളുകൾക്കൊരു വീട് വെച്ച് കൊടുക്കാമായിരുന്നു. സ്തോത്രം. ഇതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല കേട്ടോ, തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ ഫിഫയെ കുറിച്ച് ചിന്തിച്ചപ്പം, നിങ്ങൾ യോഗം കഴിഞ്ഞിട്ട് ചിലവർ കണ്ടു, ചിലവർ കേട്ടു, അതൊക്കെ ശ്രദ്ധിച്ചതാണ്. യോഗം കഴിഞ്ഞിട്ട് സാന്റായെ വിളിച്ചൊന്ന് ചോദിക്കണം, നെയ്മർ എങ്ങനെയാണ് ആക്ഷൻ ചോദിച്ചാൽ സാന്റ നെയ്മറെ കാണിക്കും. സാന്റ എന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാം സ്തോത്രം ഇതിനകത്ത് അങ്ങ് മുഴുകിയിരിക്കുക. സ്തോത്രം. മെസ്സിയെ കുറിച്ച് ചോദിച്ചാൽ, എനിക്ക് സത്യം പറഞ്ഞ ഇവർ പറയാൻ തുടങ്ങിയപ്പോൾ ഇതിനോടൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത്, ഒന്ന് ചിന്തിക്കണമല്ലോ, ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണമല്ലോ. മെസ്സി, നെയ്മർ, പിന്നെ ആരാ സാൻ്റെ? എംബാപ്പെ. പിന്നെ ഉണ്ടല്ലോ റൊണാൾഡോ. ഇതേണ്ടേ, ആവേശം കണ്ടോ? റൊണാൾഡോ. അപ്പോൾ ഈ പേരുകളിലൊക്കെ ഇവരിത് കേൾക്കുമ്പോഴേക്ക് ഇവർക്ക് ഭയങ്കര ആവേശം വരികയാണ്. സ്തോത്രം. ഞാൻ ഈ വ്യക്തികളെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും ഇവരൊക്കെ തന്നെ ഭയങ്കര ക്രിസ്ത്യൻ അനുഭാവികളാണ്. 13-ാമത്തെ വയസ്സിൽ അമ്മ പറഞ്ഞു കൊടുത്തു, എടാ നിനക്ക് കഴിവില്ലെങ്കിൽ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം, യേശുവിനോട് പ്രാർത്ഥിക്കണം. ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന റൊണാൾഡോ എന്ന് പറയുന്ന മനുഷ്യൻ, റൊണാൾഡോ അല്ലേ, റൊണാൾഡോ സ്തോത്രം. ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. അമ്മ പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥിക്കണം, നിന്നെ ഉയർത്തുന്നൊരു ദൈവം ഉണ്ടെന്ന്. സ്തോത്രം. അവൻ എല്ലാ ആഴ്ചയിലും അവൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുന്നതിന് മുൻപ് അവൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. ഇന്നും കഴിഞ്ഞ ദിവസം വെൻസ്ലയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ
അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിൽ നിന്നും ഒരു വിഹിതം അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ആമേൻ, നമ്മൾ ദാനധർമ്മം ചെയ്യുന്നവരായിരിക്കണം എന്ന് പറഞ്ഞേച്ച് ഒരു എത്രയോ കോടി രൂപ അദ്ദേഹം അതിനു വേണ്ടി സ്പോൺസർ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. നിങ്ങൾക്കറിയാമോ, ഈ നെയ്മർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിനൊരു തലയിൽ ഒരു ബാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. എപ്പോഴും അദ്ദേഹം ഒരു ബാൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കളിക്കാർ, ഇവിടെ കളിക്കുന്നവർ, ഇവന്മാരൊക്കെ ബിരുദന്മാരാണ്. ഇങ്ങനെയൊക്കെ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. 100% ക്രൈസ്റ്റ് എന്നാണ് നെയ്മർ എന്ന് പറയുന്ന മനുഷ്യൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ബാൻഡ്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്തതാ. അമ്മ കൊടുത്ത ഒരു സമ്മാനമാണ് 100% ക്രൈസ്റ്റ്. സ്തോത്രം. അയാൾ പറയുന്ന, എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എന്തൊക്കെ ആണെങ്കിലും ഞാൻ ഇതൊക്കെ ആകാൻ കാരണം, ആമേൻ, എൻ്റെ ജീവിതത്തിൽ 100% ഞാൻ ക്രൈസ്റ്റിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു. സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ കുറിച്ച്, ഞാൻ ഒത്തിരി പേര് ഇങ്ങനെ 2-3 എംബാപ്പെ ഇവിടെ നമ്മുടെ ഇടയിൽ എംബാപ്പയെ പോലെ മുടി വെട്ടുക, എംബാപ്പയെ പോലെ നടക്കുക, എംബാപ്പയെ പോലെ ചലിക്കുക ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ച് വ്യക്തികളെ വിലയിരുത്തിയാൽ നമുക്കത് കാണാൻ പറ്റും. സ്തോത്രം. എംബാപ്പെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ, ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലെ ഒരു മനുഷ്യനായിരുന്നു എംബാപ്പയുടെ പിതാവ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു സ്ത്രീയായിരുന്നു. സ്തോത്രം. അങ്ങനെ ആ കുടുംബത്തിനകത്തുണ്ടായ അസ്വസ്ഥതകൾ പലപ്പോഴും ഈ എംബാപ്പെ എന്ന് പറയുന്ന അവൻ്റെ ആ ചെറുപ്പകാലഘട്ടം, ആ മനുഷ്യൻ്റെ ചെറുപ്പകാലഘട്ടം, സ്തോത്രം, വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിട്ട് കോൺവെൻറ്റുകളിൽ നിന്നാണ് കൂടുതൽ സമയം പഠിച്ചത്. അവിടെയാണ് പിന്നീട് ഫുട്ബോളിൻ്റെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തത്. സ്തോത്രം. അപ്പോൾ ഈ കോൺവെൻറ്റിനകത്ത് താമസിച്ച് നിൽക്കുമ്പോൾ ഉണ്ടായ സ്വാധീനം ആ മനുഷ്യനെ ക്രൈസ്റ്റിലേക്ക് അടുപ്പിച്ചു, ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. അപ്പോൾ സ്തോത്രം, അദ്ദേഹവും തൻ്റെ ഏത് ഉന്നതമായ നേട്ടങ്ങൾ നേടിയാലും അതിൻ്റെ മുഴുമഹത്വവും കൊടുക്കുന്നത് യേശു ക്രിസ്തുവിനാണ്. അപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഇങ്ങനെ ഈ കളിക്കാരൊക്കെ ഇപ്പം നമ്മുടെ ഇടയിലെ ട്രെൻഡിലുള്ള പേരുകളാണ് ഞാനീ പറഞ്ഞത്. അതിനപ്പുറത്ത് ഒത്തിരി പേരുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ ഇവരൊക്കെ അവരവിടെ കളിക്കുന്നു, കോടികൾ മേടിക്കുന്നു, അവർ ദൈവനാമത്തിന് വേണ്ടി ദൈവത്തെ ഉയർത്തുന്നു, ദൈവനാമത്തിന് വേണ്ടി അത് ചെലവഴിക്കുന്നു. പക്ഷേ ഈ രാത്രി പകലാക്കി തുറന്നിരുന്ന് ഉറക്കം ഉളച്ചിരുന്ന് ഈ കളി കണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെന്താണ് നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ചിന്തകളിൽ ഭാരപ്പെട്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടി ആദ്യം വന്നത് 13-ാം തീയതി മുതൽ ഉപവാസ പ്രാർത്ഥനയാണ് എന്നാണ്. ഇപ്പം ക്വാർട്ടറോ എന്തോ പ്രീ ക്വാർട്ടർ, ഈ കളി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ടൈറ്റ് മത്സരങ്ങൾ വരിക. എൻ്റെ മനസ്സിൽ ആദ്യം കയറി, കർത്താവേ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേറെ ആരും വന്നില്ലെങ്കിലും ഞങ്ങളുടെ സഭാംഗം, നമ്മുടെ സഭയിലെ ദൈവമക്കൾ എത്ര പേര് കാണും അപ്പച്ച? ദൈവമക്കളെ, ഞാൻ പറയുന്നു, നമ്മുടെ മുൻപിൽ ഒരു കാലം വരുന്നു. നിങ്ങൾ ആ കാലം പ്രയോജനപ്പെടുത്തണം. ആ ടൈം പ്രയോജനപ്പെടും. ട്രെൻഡിൻ്റെ ഒപ്പം അങ്ങ് നടക്കും. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ പണിയെടുത്താൽ നമുക്ക് സമ്പാദ്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് വളർത്തിയാൽ അവർ നേർവഴിക്ക് നടക്കും. നമ്മുടെ മക്കളെ നമ്മൾ കർത്താവിനെ കൊടുത്താൽ അവർ കർത്താവിനെ മുറുകെ പിടിക്കും. സ്തോത്രം. എല്ലാ ട്രെൻഡും നല്ലതാണ്. പക്ഷേ ഇത് നമ്മുടെ ആത്മീയത്തിനപ്പുറത്തേക്ക് പോകരുത്, നമ്മുടെ സ്പിരിച്വലിനപ്പുറത്തേക്ക് ഇതൊന്നും പോകരുത് എന്ന് ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ ബുദ്ധി ഉപദേശിക്കുന്നു. സ്തോത്രം. ഈ കാലമൊക്കെ തീരും.
നമ്മൾ വായിച്ച വേദഭാഗം ശ്രദ്ധിക്കുക. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് എന്ത് ചെയ്തു? കുളിപ്പിച്ച് അവർ അവളെ ഒരു മാളിക മുറിയിൽ കിടത്തി. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പേര് തന്നെ, ആ ബുക്കിന്റെ പേര് തന്നെ അപ്പോസ്തല പ്രവർത്തികൾ എന്നാണ്. പക്ഷേ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഇത് കൂടെ നമ്മൾ ആവർത്തിച്ച് വായിച്ചാൽ ദി ആക്ട് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ദി ആക്ട് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നതാണ് അതിന് ഉചിതം. സ്തോത്രം. കാരണം അതിന്റെ തുടക്കം മുതലുള്ള ഓരോ അധ്യായങ്ങളും വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ചലനത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്ത് അതിന് പ്രാധാന്യം കൊടുത്തുള്ള വേദഭാഗങ്ങളാണ് കൂടുതലും. ഒന്നാം അധ്യായം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സ്വർഗാരോഹണം, കർത്താവ് പോകുന്ന സമയത്ത് കൊടുക്കുന്ന വാഗ്ദത്തം. സ്തോത്രം. 120 പേര് അവരൊരുമിച്ചൊരു ഭവനത്തിൽ കൂടുന്നു. രണ്ടാം അധ്യായം 120 പേരുടെ മേൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഒരു മനസ്സോടെ ആമേൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരുടെ മേൽ രണ്ടാം അധ്യായത്തിൽ എന്ത് ചെയ്യുകയാണ്? വാഗ്ദത്തം ആമേൻ ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് അതിൻ്റെ മുഴുവടയാളത്തോടെ ആ ജനത്തിലേക്ക് ഇറങ്ങി വരുന്നു. സ്തോത്രം. ആമേൻ. രണ്ടാം അധ്യായം നമ്മൾ വായിക്കുന്നു. മൂന്നാം അധ്യായത്തിൽ ആമേൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പത്രോസ് ആ ജനത്തോടൊരുമിച്ച് 120 പേരോടൊരുമിച്ച് ആമേൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ് പത്രോസ്. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുന്നു എന്ന് പറയുന്നു. സ്തോത്രം. പത്രോസേ, നിനക്ക് എവിടുന്ന ഈ തൻ്റെ ഇടം കിട്ടിയത്? നിനക്ക് എവിടുന്ന ഈ ധൈര്യം കിട്ടിയത്? കഴിഞ്ഞ ഒരു 70 ദിവസം പുറകിലേക്ക് നോക്കിയാൽ പത്രോസിന് ധൈര്യമില്ലായിരുന്നു, പത്രോസിന് ആമേൻ ബലമില്ലായിരുന്നു, പത്രോസിന് തൻ്റെ ഇടമില്ലായിരുന്നു. സ്തോത്രം. ഒരു കൊച്ചു ബാല്യക്കാരിയുടെ മുൻപിൽ സ്തോത്രം യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഈ പത്രോസ് അടുത്ത 70 ദിവസങ്ങൾക്ക് ശേഷം 120 പേരുടെ കൂടെ ഒരുമിച്ച് നിന്ന് പത്രോസ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പത്രോസ് ധൈര്യത്തോടെ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ഒരു സത്യം ഇത്രയേ ഉള്ളൂ. അത് കാത്തിരുന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ ബലത്തിൻ്റെ ധൈര്യമാണെന്നാണ്. ഇന്നു പകലിൽ ഞാനൊരു കാര്യം തുടക്കത്തിൽ പറയാം. ധൈര്യം എവിടെയെങ്കിലും ചോർന്നു പോകുന്നു, എൻ്റെ ബലം ആമേൻ എനിക്ക് നഷ്ടമായി പോകുന്നു, ആമേൻ എൻ്റെ അകത്തെ ആ തീഷ്ണത എനിക്ക് ഇല്ലാതായി പോകുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പകലിൽ അതിനൊരൊറ്റ പോംവഴിയുള്ളൂ, ഒരൊറ്റ മാർഗ്ഗേയുള്ളൂ. കാത്തിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കൊതിക്കുക. കൊതി തീരുവോളം നിന്നെ നിറയ്ക്കാൻ കർത്താവ് ശക്തനാണ്. ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു. ആമേൻ. ഇൻഫില്ലിംഗ്, റീഫില്ലിംഗ്, ഫുൾഫില്ലിംഗ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫില്ലിംഗ്, പരിശുദ്ധാത്മാവിൻ്റെ റീഫില്ലിംഗ്, പരിശുദ്ധാത്മാവിൻ്റെ ഫുൾഫില്ലിംഗ്. സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, ആത്മാവിനെ ആമേൻ അതിനെ പ്രാപിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു ദൈവവൈതലിൻ്റെ അകത്ത് എന്നും തിളയ്ക്കുന്ന ഒരു കൊതി, ഒരു ആഗ്രഹം ഇതായിരിക്കണം, എനിക്കൊരു റീഫില്ലിങ്ങും എനിക്കൊരു ഫുൾഫില്ലിങ്ങിലേക്കും എന്നെ എൻ്റെ കർത്താവ് നടത്തണമേ. സ്തോത്രം. ഇന്ന് പകലിൽ എത്ര പേർ കൊതിക്കുന്നുണ്ട്? ഞാനൊരു കാര്യം എൻ്റെ പ്രിയമുള്ളവരോട് പറയട്ടെ, നിങ്ങളുടെ അകത്തേക്ക് ആ ആത്മാവിനെ പകരുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആമേൻ
പകരപ്പെട്ട പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുന്നവരിലേക്ക് അത് പകരുന്നുണ്ടോ, ഒഴുകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫില്ലിംഗ്, പരിശുദ്ധാത്മാവിൻ്റെ റീഫില്ലിംഗ്, പരിശുദ്ധാത്മാവിൻ്റെ ഫുൾഫില്ലിംഗ്. സ്തോത്രം. അപ്പോൾ പത്രോസ് ഇത് പ്രാപിച്ചതിന് ശേഷമാണ് പത്രോസ് ആളു മാറിയത്. പത്രോസ് ഈ ഫുൾഫില്ലിംഗിലേക്ക് വന്നതിന് ശേഷമാണ് തൻ്റെ ഭാഷയ്ക്ക് മാറ്റം ഉണ്ടായത്. ആമേൻ. ആ മനുഷ്യൻ്റെ മുഖഭാവത്തിന് മാറ്റം ഉണ്ടായത് ഈ ആത്മാവിൻ്റെ ഒരു ഫുൾഫില്ലിംഗിലേക്ക് വന്നതിന് ശേഷമാണ്. താൻ തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുന്നു. സ്തോത്രം. എത്രമാത്രം ധൈര്യമാണ് ഈ മനുഷ്യന്. സ്തോത്രം. തുടർന്ന് അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു, ആമേൻ, സ്തോത്രം. ഏത് അധ്യായത്തിലാണ്? 5-ാം അധ്യായത്തിലാണ് തോന്നുന്നു. സ്തോത്രം. ആ മുടന്തനായ മനുഷ്യൻ, ആ പള്ളിയിലിരിക്കുന്ന ആ മനുഷ്യൻ സൗഖ്യമാകുന്നു. സ്തോത്രം. പത്രോസ് വിളിച്ചു പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് എന്ത് ചെയ്യാം? നിനക്ക് തരാം. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഓ, എന്തൊരു ധൈര്യത്തോടെയാണ് പറയുന്നത്. ഇന്ന് പകലിൽ എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരുവന്റെ വാക്കുകൾ കേട്ടാൽ അറിയാം അവൻ കൈകാര്യം ചെയ്യുന്ന അതോറിറ്റിയുടെ മേഖല. ഞാൻ പറയുന്നു, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഒറ്റ വ്യക്തി ആത്മാവിൻ്റെ ഫുൾഫില്ലിനകത്ത് ആണെങ്കിൽ ആ ഒരൊറ്റ വ്യക്തി മതി നിന്റെ കൂടാരത്തിനകത്ത് പടപൊരുതുന്ന ഇരുട്ടിന്റെ ശക്തികളെ അധികാരത്തോടെ അവൻ വിരൽ ചൂണ്ടി നിയന്ത്രിക്കാൻ. ഇന്ന് പകലിൽ തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യുക? നടക്കുക. അവൻ്റെ ഭാഷയുടെ, ആ മനുഷ്യൻ്റെ വാക്കുകളിലെ അധികാരം. സ്തോത്രം. എത്രയോ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇത് ആമേൻ അദ്ദേഹം പറയുന്നു. സ്തോത്രം. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ, ആമേൻ, നിങ്ങൾ ഗാനം ആലപിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിങ്ങൾ ഒരു ജനത്തെ ലീഡ് ചെയ്യുകയാണ്. ആ ജനത്തെ നിങ്ങൾ ആത്മാവിൽ ലീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവർക്ക് മുകളിൽ, സ്തോത്രം, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ചലിക്കുന്ന ഒരു ആത്മാവിൻ്റെ ആ ഫുൾഫില്ലിനകത്ത് നിങ്ങൾ വന്നെങ്കിലേ അതൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഒരു പാട്ട് പാടുമ്പോൾ, ഒരു വചനം വായിക്കുമ്പോൾ, ആ വചനം ആമേൻ ജനത്തിനൊരു വിടുതലായി മാറണമെങ്കിൽ, ആ വചനത്തിനകത്തൊരു ഡെലിവറൻസ് നടക്കണമെങ്കിൽ, ആത്മാവിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്ത് അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. എത്ര പേർക്ക് അത് പറയുന്നു മനസ്സിലാകുന്നുണ്ട്? അക്കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ, 6-ാം അധ്യായത്തിൽ, സ്തോത്രം, ആമേൻ, പത്രോസ് അവിടെ ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നു. ദീർഘനാളുകളായിട്ട് ആമേൻ മുടന്തനായിട്ടിരിക്കുന്ന ആ മനുഷ്യനെ സൗഖ്യമാക്കുക. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, സ്തേഫാനോസിന്റെ പ്രസംഗമാണെന്ന് തോന്നുന്നു. സ്തേഫാനോസിന്റെ പ്രസംഗം. അടുത്തത് 8-ാം അധ്യായത്തിൽ, സ്തോത്രം, സ്തേഫാനോസിന്റെ സ്തോത്രം ശമീരിയിലേക്ക് പോകുന്ന ഫിലിപ്പോസ്, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ആമേൻ ഉടലെടുക്കുന്ന ഒരു ചെറിയ അസമാധാന അന്തരീക്ഷത്തെ ആമേൻ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി കൈകാര്യം ചെയ്തിട്ട് മേശമേൽ ശുശ്രൂഷിപ്പാൻ ചിലവരെ തിരഞ്ഞെടുക്കുന്നു. സ്തോത്രം. അവരിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കണം, ആമേൻ, 2 പേർ, ഫിലിപ്പോസ്, സ്തേഫാനോസ്. അതിനകത്ത് ആമേൻ സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നു, അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായിട്ട് അവൻ പ്രസംഗിക്കുവാൻ തുടങ്ങി. ന്യായപ്രമാണം തുടങ്ങി ഇങ്ങോട്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ പ്രസംഗിച്ച സ്തേഫാനോസിന്റെ പ്രസംഗ വിഷയം കണ്ടിട്ട് കോപാകുലരായിട്ട് ആ ജനം സ്തേഫാനോസിനെ എതിർക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്തോത്രം, സംഭവിച്ചത് നമുക്കറിയാം. സ്തേഫാനോസിനെ ആ ജനം ഒരുമിച്ച് എതിർത്ത് അവർ കല്ലെറിഞ്ഞ് അവനെ കൊല്ലുന്നു. സ്തോത്രം, ആമേൻ. ഈ കൊലപാതകത്തിന് ശേഷം അടുത്ത അധ്യായത്തിലേക്ക് സഭയുടെ ചരിത്രം മാറുകയാണ്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 ആമേൻ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് അവിടെ കാണുന്നുണ്ട്. 3
പ്രധാനപ്പെട്ട സംഭവങ്ങൾ. വചനം ആമേൻ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 9-ാം അധ്യായത്തിലെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഒന്ന്, 9-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവം ആമേൻ കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് ഏകദേശം ഒരു 7-8 വർഷങ്ങളായിട്ട് യഹൂദ മതത്തിൻ്റെ പ്രേരണയും ആമേൻ പരീശൻ മനോഭാവത്തിൻ്റെ തീഷ്ണതയും നിമിത്തം ആമേൻ ഈ യഹൂദന്മാരിൽ നിന്നും വേർതിരിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് മാറിയ ജനത്തിൻ്റെ പുറകെ കച്ചകെട്ടി ഇറങ്ങി സകല അധികാര ബലവും ഉപയോഗിച്ച് അവരെ പീഡിപ്പിക്കുവാൻ ആമേൻ നടക്കുന്ന ശൗലിനെ നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ഏകദേശം 7-8 വർഷങ്ങളായിട്ട് ഈ ജനത്തെ വല്ലാതെ പീഡിപ്പിക്കുന്നു. എന്നാൽ ഈ ജനത്തെ പീഡിപ്പിക്കുന്ന ശൗലിനെ സ്തോത്രം എന്ത് ചെയ്തു? കർത്താവ് അവനെ തൊട്ടു. കർത്താവ് അവനെ തൊട്ടിട്ട് സ്തോത്രം അവനെ പിന്നീട് ആമേൻ തകർക്കാൻ ശ്രമിച്ചവനെ പിന്നീട് സഭ പണിയാൻ ആമേൻ ദൈവം അവനെ മാറ്റുകയാണ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ചലനം അത്ര വലുതാണ്. ഹല്ലേലൂയ. ഒരുവനെ മാറ്റണമെന്ന് ദൈവത്തിന് തോന്നിയാൽ, ഒരുവനെ ആമേൻ അടിമുടി ആമേൻ അവന്റെ വ്യക്തിത്വത്തിന് മാറ്റം വരുത്തണമെന്ന് ദൈവത്തിന് തോന്നിയാൽ, അതൊരു സൈക്കോളജിസ്റ്റിന് നടത്താം എന്ന് നമുക്ക് തോന്നിയെങ്കിലും, അതൊരു പക്ഷേ അധ്യാപകർക്ക് സാധിക്കുമെന്ന് മാതാപിതാക്കൾക്ക് തോന്നിയെങ്കിലും, ഒരുപക്ഷെ അപ്പനമ്മമാർക്ക് കഴിയുമെന്ന് നമുക്ക് തോന്നിയെങ്കിലും, മനുഷ്യർക്ക് കഴിയാത്തത് ആമേൻ കഴിയുന്ന ആമേൻ ഒരു ദൈവശക്തി പരിശുദ്ധാത്മാവിന് കഴിയും. ശൗലിനെ പൗലോസാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് പകലിൽ അക്കാരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. സഭയെ മുടിക്കാൻ യഹൂദന്മാർ ഉപയോഗിച്ച ശൗലിനെ ദൈവം എന്ത് ചെയ്തു? സഭ പണിയാൻ അവനെ പൊളിച്ചു പണിതു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ എൻ്റെ പ്രിയമുള്ളവർ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി, നിന്റെ ആരാധനയ്ക്ക് വിരോധമായി, നിന്റെ സ്തോത്രത്തെ ചോദ്യം ചെയ്യുന്ന അന്തരീക്ഷം കൂടാരത്തിനകത്ത് പോലും ആമേൻ വ്യക്തികളിലൂടെ വാക്കുകളിലൂടെ നിന്നെ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ, അത് നിന്റെ പ്രേരണ കൊണ്ട് അവന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയില്ലെങ്കിൽ, ആമേൻ നിന്റെ ഉപദേശം കൊണ്ട് അതിനെ മാറ്റം വരുത്തുവാൻ കഴിയില്ലെങ്കിൽ, ഈ പകലിൽ ഓർക്കണം, ഇതിനകത്ത് ചലിക്കുന്ന ആത്മാവിന് ആ വ്യക്തിയെ മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നിന്റെ കൂടാരത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നോക്കിയിട്ട് നീ ആത്മാവിൽ പറയണം, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, എന്റെ കൂടാരത്തിനകത്ത് ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ 9-ാം അധ്യായത്തിലെ 1-ാമത്തെ സംഭവം ആമേൻ എന്താണ്? പൗലോസിൻ്റെ മാനസാന്തരം എന്നുള്ളതാണ്. ശൗലിൻ്റെ മാനസാന്തരം, ആൾ മാറിയ മാനസാന്തരം. 2-ാമത്തെ സംഭവം സ്തോത്രം ആമേൻ അയനയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആമേൻ കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ എന്താണ്? രോഗബാധിതനാണ്. ആ വാക്യം ഒന്നിട്ട്, അയനയാസ് സ്തോത്രം കഴിഞ്ഞ 8 വർഷമായിട്ട് ആ മനുഷ്യൻ എന്താണ്? പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന അയനയാസ് എന്ന് പേരുള്ള മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, അയനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. മോനെ, കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിനക്ക് ആ വാക്യം 32-ാം വാക്യം. പത്രോസ് എല്ലായിടവും ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരം കിടപ്പിലായിരുന്ന അയനയാസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, അയനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് താൻ ആയി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ, നിനക്ക് നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക നീ തന്നെ വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു.
ഉടനെ അവൻ എഴുന്നേറ്റു. അടുത്ത വാക്യം. ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. നിങ്ങൾ ആ വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്ന എല്ലാവരും അവനെ കണ്ട് ആരിലേക്ക് തിരിഞ്ഞു? കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കുക, കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ മനുഷ്യൻ ആരാണ്? പക്ഷപാത രോഗിയാണ്. ഈ മനുഷ്യൻ കിടപ്പില, എഴുന്നേൽക്കാൻ കഴിയില്ല. ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് ഇതാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് യെരുശലേമിൽ നിന്നും ആരംഭിച്ച ആ വലിയ പരിശുദ്ധാത്മാവിന്റെ ചലനം, ആമേൻ, ഇങ്ങനെ ദേശങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ വായിച്ചു, തുടക്കവാക്യം നമ്മൾ ഇങ്ങനെ വായിച്ചല്ലോ, ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. 31-ാം വാക്യം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം വന്നു. സ്തോത്രം. ശ്രദ്ധിക്കുക, യെരുശലേമിൽ കാത്തിരുന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ആത്മാവിന് പ്രാപിച്ചതിന് ശേഷം ഇവർ യെരുശലേമിൽ ഒതുങ്ങി പാർക്കാതെ അവിടെ നിന്നും ആമേൻ സാക്ഷ്യമുള്ളവരായി ദേശത്തിലേക്ക് ഇറങ്ങുകയാണ്. ആമേൻ. യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാൻ കർത്താവിൻ്റെ ആമേൻ ആജ്ഞ അവർ വഹിച്ചുകൊണ്ട് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ 8 വർഷമായിട്ട് എല്ലാ ദേശങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കുമ്പോൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു അവിടെയൊക്കെ ആത്മാവിൻ്റെ ഒരു ചലനമുണ്ടാകുകയാണ്. സ്തോത്രം. ഇന്ന് പകലിൽ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഉപദേശം, നീ ആത്മാവിന്റെ ആമേൻ ഫുൾഫില്ലിനകത്താണെങ്കിൽ നീ പോകുന്ന ഏത് മേഖലകളിലും നിന്നിൽ ചലിക്കുന്ന ആത്മാവിന്റെ ചലനം ആ മേഖലകളിലൊക്കെ ചലിക്കും. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. അനുഭവമുള്ളവർ സ്തോത്രം പറയണം. ആമേൻ. നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചലനം നിങ്ങൾ ഏതൊക്കെ മേഖലകളിൽ പോകുന്നു ആ മേഖലകളിലൊക്കെ ആ ആത്മാവിന്റെ ചലനം സംഭവിക്കും. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കുക, 8 വർഷമായിട്ട് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, സ്തോത്രം, ആമേൻ, ആ മനുഷ്യനെ ആത്മാവിന്റെ നിറവുള്ള പത്രോസ് അവന്റെ അരികിലേക്ക് ചെന്നപ്പോൾ ഹല്ലേലൂയ അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക ആമേൻ അത് വിരിക്കുക എന്ന് പറയുമ്പോൾ ആ വാക്കുകൾക്കകത്ത് ചലിച്ച അധികാരത്തിന്റെ ശക്തി അവനെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ആമേൻ കിടക്കയിൽ തളർത്തിക്കളഞ്ഞ അവന്റെ ശരീരത്തിലേക്ക് ആ ശക്തിയുടെ പ്രവാഹം ആമേൻ ഇറങ്ങുന്നത് നിങ്ങൾ ആത്മാവിൽ ദർശിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ജോലി മേഖലയാകട്ടെ, നിങ്ങളുടെ ആമേൻ അധ്വാന മേഖലയാകട്ടെ, നിങ്ങളുടെ ആമേൻ കുടുംബ സാഹചര്യങ്ങളാകട്ടെ, ഏതു മേഖലകളായിക്കൊള്ളട്ടെ, ചലിക്കാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ അധികാരത്തോടെ കൽപ്പിക്കുക, ആമേൻ, നീ ആത്മാവിന്റെ നിറവിലാണെങ്കിൽ ഏത് ചലിക്കാത്തതിനെയും ചലിപ്പിക്കുവാൻ നിന്നിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ, പരിശുദ്ധാത്മാവ് നിന്നോട് ഉപദേശം നൽകുന്നു. നിന്റെ അധികാരത്തെ നീ കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലായിടത്തും സമാധാനം, എല്ലായിടത്തും ആമേൻ ആത്മീക വർധനവ്, എല്ലായിടത്തും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം, സഭ പെരുകുന്നു. ഇങ്ങനെ സഭയ്ക്ക് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ഒരുവൻ ലുദ്ദയിൽ ചെല്ലുമ്പോൾ അവിടെ പക്ഷവാത രോഗിയായിട്ട് കിടക്കുന്ന മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകലിൽ എത്ര പേർക്ക് ആമേൻ ഈ വചനത്തിൻ്റെ ആഴം ഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നീ കടന്നു ചെല്ലുന്ന, നീ കയറി ചെല്ലുന്ന, യേശുവിൻ്റെ നാമത്തിൽ കയറി ചെല്ലുന്ന ഒരു കൂടാരത്തിൽ
സമാധാനത്തിന് വിടുതലുണ്ടെന്ന്. നീ ഒരു രോഗിയുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ ആ രോഗിക്ക് സൗഖ്യമുണ്ടെന്ന്. നീ ഒരുവനെ നോക്കി ആത്മാവിൽ ആമേൻ പ്രഖ്യാപിച്ചാൽ ഹല്ലേലൂയ ആ കുടുംബം വിടുവിക്കപ്പെടുമെന്ന്. ഇന്ന് പകലിൽ ആമേൻ ചിലവരോട്, സഭയ്ക്കകത്തിരിക്കുന്ന ചിലവരെ അങ്ങനെ ഒരു ആത്മമണ്ഡലം കൈകാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ മുദ്ര വയ്ക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ കൊതിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥന മുറിക്കകത്ത് കയറിയിട്ട് കാത്തിരുന്ന് പ്രാപിക്കുന്ന അഭിഷേകം കൈകാര്യം ചെയ്യാൻ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നിങ്ങൾ കൊതിക്കണം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സഭ പെരുകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ആമേൻ, എവിടെയൊക്കെ സഭകൾ പെരുകിയിട്ടുണ്ടോ, എവിടെയൊക്കെ സഭകൾക്ക് വർധനവുണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം ആമേൻ ബിഹൈൻഡ് ദി കർട്ടൻ, ആമേൻ കർട്ടൻ്റെ പുറകിൽ നമ്മൾ നോക്കിയാൽ സ്തോത്രം ആത്മാവിൽ ചലിക്കുന്നൊരു കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകലിൽ ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ആമേൻ തിളച്ചു വരുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ ശരീരത്തെ ഒക്കെ വിട്ടുകൊടുത്ത് ആമേൻ ഇന്ന് പകലിൽ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിന്നിലേക്ക് വ്യാപരിക്കുന്ന ആത്മമണ്ഡലം ഹല്ലേലൂയ സഭയ്ക്ക് ഒരു അനുഗ്രഹത്തിന് ഉതകുമാറ്. ആമേൻ ദൈവസഭയുടെ വർധനവിന്, ദൈവസഭയുടെ സമാധാന അന്തരീക്ഷത്തിന്, ആമേൻ ചില കുടുംബങ്ങളുടെ വലിയ വിടുതലിന് അത് കാരണമാകുമെന്ന് വിശ്വസിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ആമേൻ പ്രാപിക്കുന്ന ഈ അഭിഷേകം അത് നമുക്ക് മാത്രമല്ല പ്രയോജനപ്പെടുന്നത്, സ്തോത്രം ഒരു സമൂഹത്തിന് തന്നെ പ്രയോജനപ്പെടും. സ്തോത്രം, സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞേ. ഗൗരവം മനസ്സിലാക്കി തരാം. ആത്മാർത്ഥമായിട്ട് സഭയുടെ ആമേൻ ഉണർവിനും കുടുംബങ്ങളുടെ വർധനവിനും പുതിയ സ്നാനങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ കൈ ഉയർത്തണ്ട, സ്വയമായിട്ട് പരിശോധിച്ചാൽ മതി. സ്തോത്രം. ഒരു പാസ്റ്റർക്ക് തന്നെ ഒന്നും ഒരു സഭ ഇങ്ങനെ കെട്ടിപ്പടുത്തുയർത്താൻ കഴിയില്ല. സ്തോത്രം. അതിന് ഒരു കൂട്ടം വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോടടുത്തെങ്കിലേ കഴിയത്തുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉണരണം, ഈ ദിവസങ്ങളിൽ ഉണരണം. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയാൻ, യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാൻ, ആമേൻ ഈ അനുഭവിക്കുന്ന സമാധാനത്തെക്കുറിച്ച് പറയാൻ നമുക്ക് എത്രയോ സമയമുണ്ട്. 24/7 ഡേയ്സ്. കഴിഞ്ഞ ദിവസം ബേബിച്ചാൻ എന്നോട് വ്യക്തിപരമായ സംസാരത്തിൽ പറഞ്ഞു, പാസ്റ്ററെ സാക്ഷ്യത്തിന് സമയം കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനതിന് ഭയങ്കര താല്പര്യമുള്ള ആളാണ്, സാക്ഷ്യത്തിന് സമയം. പക്ഷേ നമുക്ക് പറയാൻ, സാക്ഷ്യം പറയാൻ എന്നാ ഉള്ളത്? എന്നാ ഉള്ളേ? ഒരു വിടുതലിൻ്റെ സാക്ഷ്യം പറയാൻ, സ്തോത്രം, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ ഇന്ന വിടുതൽ സംഭവിച്ചു, ഞാൻ ഇന്ന കുടുംബത്തിന് വേണ്ടി പിടിച്ചു വെച്ചു പ്രാർത്ഥിച്ചു, സ്തോത്രം, എൻ്റെ വീടിനകത്ത് ഇങ്ങനൊരു കാര്യം എൻ്റെ ദൈവം ചെയ്തു. എന്താ നമുക്ക് സമയമില്ലാത്തത്? നമുക്കെന്താ പറയാൻ പറ്റാത്തത്? സ്തോത്രം. അപ്പോൾ പലപ്പോഴും അത് പിന്നെ നമ്മുടെ ഒരു ആമേൻ ട്രെൻഡായി മാറി സാക്ഷ്യം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതം സാക്ഷ്യമാകും. ആമേൻ. നമ്മുടെ വാക്കുകൾ പറയുന്നതിനപ്പുറത്ത് നമ്മുടെ പ്രവൃത്തി സാക്ഷ്യമാകും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ വാക്കുകൾക്കപ്പുറത്ത് നമ്മുടെ പ്രവൃത്തി. ആമേൻ അങ്ങനെ ഒരു ഉത്സാഹത്തിലേക്ക് സഭ ആമേൻ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, യോഗങ്ങളൊക്കെ വരുമ്പോൾ
സ്തോത്രം. ആമേൻ, നമുക്കും വിടുതൽ വേണം, മറ്റുള്ളവർക്കും വിടുതൽ വേണം. സ്തോത്രം. അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ജാഗരിക്കുവാൻ. ദൈവസഭയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളൊന്ന് പുറകോട്ട് ഒന്ന് ചിന്തിച്ചാൽ, സ്തോത്രം, ഒരു വീട്ടിലൊരു വിഷയം വന്നാൽ ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്കെല്ലാം ഉണ്ട്, എല്ലാത്തിനും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കില്ലാത്തത് ഈ ഉണർവ് മാത്രമാണ്. സ്തോത്രം. നമുക്ക് ഇല്ലാത്തത് ഈ ആത്മീയ തീഷ്ണത മാത്രമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പ്രബോധിപ്പിക്കുന്നു. ആമേൻ. സഭ ആത്മീയ തീഷ്ണതയിലേക്ക് മടങ്ങി വരട്ടെ. സഭയ്ക്കകത്ത് പ്രാർത്ഥന വർദ്ധിക്കട്ടെ. ജനത്തിലൊരു ആത്മീയ ആവേശം വർദ്ധിക്കട്ടെ. ഇന്ന് പകലിൽ എത്ര പേർ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങനെ ഒരു ആത്മീയ തീഷ്ണത എനിക്ക് ഉണ്ടാകാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവത്തോട് പറയാൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാൻ അവസരം, ഇവിടെ പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ കൊടുക്കുമ്പോൾ പലപ്പോഴും നിശബ്ദമായി പോകുന്ന അന്തരീക്ഷം. ആമേൻ. ഒരാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അടുത്ത ആൾ ചിന്തിക്കുകയാണ്, ഇനി ആരാ പ്രാർത്ഥി? അപ്പൊ കണ്ണു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. സ്തോത്രം. ഇനി മൈക്ക് വന്നാലേ, ഞാൻ എൻ്റെ അരികിലേക്ക് മൈക്ക് വന്നാലേ പ്രാർത്ഥിക്കത്തുള്ളൂ, അങ്ങനെയും ചിന്തിച്ചിരിക്കുന്നവർ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ആത്മനിയന്ത്രണത്തിനകത്താണ് നീയും ഞാനുമെങ്കിൽ, ഇത് പരിശുദ്ധാത്മാവ് പറയുന്നു, നീയും ഞാനും ആത്മനിയന്ത്രണത്തിനകത്താണെങ്കിൽ നിന്നോടാരും പ്രേരിപ്പിക്കേണ്ട പ്രാർത്ഥിക്കാൻ, നിന്നോടാരും പറയണ്ട സ്തോത്രം പറയാൻ, നിന്നോടാരും പറയണ്ട ആരാധിക്കാൻ. നീ ആത്മനിയന്ത്രണത്തിൽ സ്വതവേ നീ സ്തോത്രം പറയും. ഹല്ലേലൂയ. ആ അന്തരീക്ഷത്തിനകത്തേക്ക് ഹല്ലേലൂയ. ഇന്ന് പകലിൽ എല്ലാവരും കണ്ണടച്ച് അല്പസമയങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് നിയന്ത്രിക്കാൻ, എൻ്റെ ബുദ്ധിയെ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച ഈ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് നിയന്ത്രിക്കാൻ, എൻ്റെ ബുദ്ധിയെ ഒന്ന് നിയന്ത്രിക്കാൻ, എൻ്റെ പ്രാർത്ഥനാ മണ്ഡലത്തെ ഒന്ന് നിയന്ത്രിക്കാൻ, എൻ്റെ ആത്മീയ ജീവിതത്തെ ഒന്ന് നിയന്ത്രിക്കാൻ, ആത്മാവിന് വിധേയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവേ എന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ ഗേദം ഞാൻ കൊടു ധന്യർക്കെന്നോർത്തിട സങ്കട സങ്കേതം ധന്യർക്കെന്നോർത്തിട സങ്കടപ്പെട്ടിടുന്നു. പാട്ടിനകത്ത് സത്യസന്ധത വേണം കേട്ടോ. ആ പാട്ടിനകത്ത് സത്യസന്ധത വേണം. എന്തോ സങ്കടമുള്ളത്, നമുക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? സത്യസന്ധത വേണം. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും, കൂടെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിച്ചിട്ടും, കൂടെ ഈ ആത്മനിയന്ത്രണത്തിന് വിധേയമായൊരു ജീവിതം ആവശ്യമാണ്, അനിവാര്യമാണ് ഈ ലോക ജീവിതം നയിക്കാനെന്ന് നമ്മളോട് ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് കൊടുക്കുന്ന സ്ഥാനം, പലതിനും കൊടുക്കുന്ന സ്ഥാനം മറ്റെന്തിനൊക്കെയാണ്. ഇന്ന് പകലിൽ ഹല്ലേലൂയ, ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, സങ്കേതം നീ കൊടുക്കുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു, മറ്റെന്തിനും നീ
നീ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. അതുകൊണ്ട് ആ ദുഃഖം എന്നെയും നിങ്ങളെ, ആത്മാവിൻ്റെ ദുഃഖം, പരിശുദ്ധാത്മാവിനെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ദുഃഖം ഇന്നു പകലിൽ മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധിയിലൊന്ന് പാടിക്കേ. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കോടോ ധന്യർക്കെന്നോർത്തീരാ സങ്കടപ്പെട്ടിടുന്നു. സങ്കേതം ഞാൻ കോടോ ധന്യർക്കെന്നോർത്തീരാ സങ്കടപ്പെട്ടിടുന്നു. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിൽ എന്നും വന്ന ആത്മാർത്ഥമായിട്ടൊന്ന് ശൂന്യവും പാഴുമായി, ശൂന്യവും പാഴുമായി തള്ളിയാലാമീ നിൻ മന്ദിരം തന്നീലിന്തോ ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തരേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. ഹല്ലേലൂയ. ഈ ആത്മാവിൻ്റെ കുടികൊള്ളുന്ന മന്ദിരങ്ങളാണ് നമ്മൾ. നമ്മുടെ അകത്ത് ഈ ആത്മാവിന് പ്രാതിനിധ്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരി മറ്റെന്തിനൊക്കെയോ സ്ഥാനം കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് വന്ന് പറന്നു നിൽക്കുന്ന തങ്കച്ചിറകടി അടിച്ച് പറന്നു നിൽക്കുന്ന തങ്കപ്രാവ് ഹല്ലേലൂയ കൊതിക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ. ഇന്ന് പകലിൽ ആ കർത്താവിന്, ആ പരിശുദ്ധാത്മാവിന് ആമേൻ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ആമേൻ കവരാൻ, ഹൃദയത്തിനകത്തൊരു സ്ഥാനം ഇന്ന് പകലിൽ കൊടുക്കാൻ കഴിയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ.
ഹല്ലേലൂയ. പിതാവായ ദൈവം ഒരു ചോദ്യം ചോദിക്കും, നീ അറിയുന്നില്ലേ കുഞ്ഞേ, നിന്നിൽ ആത്മാവ് വസിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ ആത്മാവിനെ വഹിക്കുന്നവരായി നമ്മൾ മാറിയാൽ നമ്മൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ വിടുതലാണ്. സ്തോത്രം. ലുദ്ധയിൽ 8 വർഷങ്ങളായിട്ട് തളർവാദം പിടിച്ച് കിടക്കുന്ന ആ മനുഷ്യൻ എഴുന്നേറ്റു, അവൻ സൗഖ്യമായി. മൂന്നാമത്തെ സംഭവം ആമേൻ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ വായിച്ചത്, തബീത എന്നു പേരുള്ള സ്ത്രീ, അവൾ ദീനം പിടിച്ച് മരണപ്പെട്ടു എന്നത് മനസ്സിലാക്കിയപ്പോൾ എന്നാൽ ശവടക്ക് നടത്താം എന്നല്ല അവിടെയുള്ളവർ പറഞ്ഞത്. അവര് പത്രോസിനെ ആളെ അയച്ച് എന്ത് ചെയ്തു? അങ്ങോട്ട് വരുത്തി. മനസ്സിലാകുന്നുണ്ടോ? പത്രോസ് അവിടേക്ക് ചെല്ലുകയാണ്. പത്രോസ് ചെന്നപ്പോൾ അവിടെ നിലവിളിയും ഭയങ്കര ശബ്ദവും കരച്ചിലും, വല്ലാത്ത മാനസികാവസ്ഥ. അവിടെയുള്ള സഹോദരിമാർ കൂടുതലും കരഞ്ഞത്, ആമേൻ, ഈ തബീത എന്ന് പറയുന്ന സ്ത്രീ മരിച്ചുപോയി എന്നുള്ളതിനേക്കാൾ അവരുടെ ദുഃഖം അവൾ ചെയ്ത ഓരോ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവിടെയുള്ള ആളുകൾ കരയുകയാണ്. അവൾ കൊടുത്ത ഉടുപ്പ്, എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. സ്തോത്രം. ഒന്ന് വായിച്ചേ. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാരെല്ലാവരും വിധവമാരൊക്കെ കരഞ്ഞും കൊണ്ട് തബീത ഞങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോ ഈ തബീത എന്ന് പറയുന്ന സ്ത്രീ ഇവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ മരണപ്പെട്ടാൽ എന്നെ കുറിച്ച് എൻ്റെ ബോഡി ഇങ്ങനെ കിടക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും അരികത്തിരിക്കുന്നു, എന്നെക്കുറിച്ച് പറയാനുള്ള സാക്ഷ്യം എന്തായിരിക്കും? എൻ്റെ പ്രിയ ദൈവമേ, നിങ്ങൾ സ്വയം ചിന്തിക്കണം. നമ്മൾ സ്വയം ചിന്തിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു? നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെ കുറിച്ചും പറയാൻ അല്ലേ? സ്തോത്രം. മരിച്ചു കഴിഞ്ഞാൽ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ശരീരം മരിച്ചാൽ ഞാൻ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും സാക്ഷ്യത്തിന് എൻ്റെ ശരീരം ഞാൻ വിട്ടുകൊടുക്കില്ല. മെഡിക്കൽ കോളേജിലേക്ക് എന്തു ചെയ്യും? മെഡിക്കൽ കോളേജിലേക്ക് അവർക്ക് പഠിക്കാൻ കൊടുക്കുക, അവർക്ക് പ്രയോജനപ്പെടട്ടെ. ഇത് വന്ന് നിന്നിട്ട് ഇയാൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത്. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഇരുന്ന് ചിന്തിക്കണം, ഞാൻ മരിച്ചാൽ എന്നെക്കുറിച്ച് എന്തു പറയും? ചിലപ്പോൾ മൈക്കിലൂടെ ഒക്കെ നല്ലത് പറയും, പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ജീവിതത്തിനകത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ? ഈ തബീത എന്ന് പറയുന്ന സഹോദരി പ്രയോജനപ്പെട്ടു. അവിടെയുള്ള വിധവമാർക്കെല്ലാം ഉടുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, കുപ്പായങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അവളേറെ സ്നേഹിച്ചു. സ്നേഹമുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിലേ നമ്മുടെ മനസ്സ് തുറന്നാൽ എന്തു ചെയ്യും? കൊടുക്കുന്നല്ല, എന്തു ചെയ്യും? കൈയും തുറക്കും, കരവും തുറക്കും. നമ്മുടെ മനസ്സ് തുറന്നാൽ നമ്മൾ കൊടുക്കും. അപ്പൊ ഇവളും നല്ലപോലെ സ്നേഹിച്ചു, മറ്റുള്ളവരെ കരുതി, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചു. പ്രത്യേകിച്ച് വിധവമാരൊക്കെ കരയുക. സ്തോത്രം. അപ്പോൾ ഈ സ്ത്രീ മറ്റുള്ളവർക്കൊക്കെ ഒരു ആശ്വാസമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ, ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു.
മറ്റുള്ളവർക്ക് ആശ്വാസമാക്കുക. എനിക്കേറെ സന്തോഷമുണ്ട്. നമ്മുടെ സഭ, സ്തോത്രം, ദൈവമക്കൾ പരമാവധി തങ്ങളാൽ ആവുന്നത് പോലെ ആത്മാർത്ഥതയോടെ മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവരെ ചേർത്തു പിടിക്കുന്ന, മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ നൽകുന്ന, ആശ്വാസം നൽകുന്ന, മറ്റുള്ളവരെ ചേർത്തു പിടിക്കുന്ന മനോഭാവം ഇന്ന് പകലിൽ ഞാൻ അങ്ങനെ അതിന് സ്തോത്രം ചെയ്യുന്നതിനോടൊപ്പം ആ മനോഭാവം വർദ്ധിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് കൊടുക്കണം. സ്തോത്രം. ഈ സ്ത്രീ മരിച്ചപ്പോൾ അവർക്ക് ഏറെ ദുഃഖമായി. ആമേൻ. പത്രോസിനെ വിളിച്ചു. പത്രോസിനെ വിളിച്ചപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? കരയുന്നവരും ചുറ്റും നിൽക്കുന്നവരെയൊക്കെ പുറത്തേക്ക് ആക്കി. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു. തബീതേ, ആമേൻ, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. ഹല്ലേലൂയ. അവിടെയും പത്രോസിന്റെ ധൈര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പുറകോട്ടുള്ള ഓരോ അധ്യായങ്ങളും വായിച്ചു. അവിടെ ഒന്നും യേശു കർത്താവ് പലവരെയും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 1-ാം അധ്യായത്തിൽ ശിഷ്യന്മാരാരെയും എഴുന്നേൽപ്പിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ല. 2-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. 3-ാം അധ്യായത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ല. നിങ്ങൾ തുടർമാനമായി വായിക്കുക. ആമേൻ. ഈ 9-ാം അധ്യായത്തിന്റെ പുറകിലുള്ള 8 അധ്യായങ്ങളിലും ആരും മരിച്ചവരിൽ നിന്നും ആരെയും എഴുന്നേൽപ്പിച്ചിട്ടില്ല. പക്ഷേ 9-ാം അധ്യായത്തിൽ ഇവിടെ ഇതാ പത്രോസ്, ആമേൻ, തൻ്റെ അധികാരം കൈകാര്യം ചെയ്തു മരിച്ചവളെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഭയങ്കരമായിട്ടത് പ്രചോദനം നൽകി. എന്താ അതിൻ്റെ കാരണം? അവിടെയും പത്രോസിനകത്ത് ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവാകുന്നു. ഇന്ന് പകലിൽ ആരാധിക്കുന്ന നിങ്ങളോട് വീണ്ടും ആവേശത്തോടെ ഞാൻ പറയുന്നു, നിങ്ങളിലേക്ക്, എന്നിലേക്ക്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലേക്കും അങ്ങനൊരു ആത്മപ്രവാഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കുണ്ടായാൽ നിർജീവമായി പോയവർ എഴുന്നേൽക്കും, മരിച്ചവർ എഴുന്നേൽക്കും. യേശുവിന്റെ നാമത്തിൽ ഈ കാരിക്കോടിന്റെ ദേശത്തെ നോക്കി പറയുക, ആത്മീയമായി മരണപ്പെട്ട ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ എന്റെ മേൽ ചലിക്കുന്ന ഈ ആത്മാവ് പ്രയോജനപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ സഭ വരികയെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കാരണം അതായിരുന്നു. അവിടെയുള്ള ഓരോരുത്തരുടെ മേലും വ്യാപരിച്ച ദൈവശക്തിയുടെ ആത്മാവിൻ്റെ പ്രവാഹം നാട് മുഴുവൻ ചലിച്ചുകൊണ്ടിരുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. മിറക്കിളുകൾ നടന്നുകൊണ്ടിരുന്നു. ഇന്ന് പകലിൽ ഞാൻ ഷാലോം കാരിക്കോട് സഭയെ നോക്കി അങ്ങനെ പ്രഖ്യാപിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞങ്ങളുടെ ചർച്ചിന് മിറക്കിൾ സ്റ്റേഷനാക്കി എൻ്റെ ദൈവം മാറ്റട്ടെ. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഉന്മേഷക്കുറവൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ക്ഷീണങ്ങളൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും അലസ മനോഭാവങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും ആമേൻ തണുത്ത മട്ടും ഭാവവും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചർച്ചിനകത്ത് അങ്ങനെ ഒരു സാന്നിധ്യം ചലിക്കട്ടെ, അങ്ങനെ ഒരു ഇംപാർട്ടേഷൻ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ ഏതായിരുന്നു ആ കാലം? ആ കാലം, സ്തോത്രം, പരിശുദ്ധാത്മാവ് ചലിച്ച കാലം, പരിശുദ്ധാത്മാവ് പ്രബോധനം നൽകിയ കാലം, പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിച്ച കാലം. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, സഭയ്ക്ക് സമാധാനം ഉണ്ടായ കാലം. ആമേൻ. അത് ആത്മീക വർധനവ് പ്രാപിച്ച് കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പെരുകിക്കൊണ്ടിരുന്നു. പെരുക എന്ന് പറഞ്ഞാൽ, ആമേൻ, എന്താ പെരുക എന്ന് പറഞ്ഞാൽ?
ആമേൻ. ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി. ഓ അയ്യോ, അങ്ങനെയൊക്കെ നടന്നാൽ എൻ്റെ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി. എന്താ സുനിതേൻ്റെ അങ്ങനെ ഒരു ഭയങ്കര ആവേശം? അയ്യോ, ഈ ചെയർ പോരാതെ വരും. ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി വന്നാൽ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളുടെ ഇരട്ടി ഇവിടെ വരും. ഇപ്പോൾ ഉള്ള കോട്ടേജ് മീറ്റുകളുടെ ഇരട്ടി പ്രാർത്ഥനകൾ നടക്കും. ഹല്ലേലൂയ. ഇപ്പോൾ നടക്കാത്ത സ്നാനങ്ങൾ, ഇരട്ടി സ്നാനങ്ങൾ നടക്കും. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ കാഴ്ചപ്പാട് വർദ്ധിക്കട്ടെ, ആ ദർശനം യേശുവിൻ്റെ നാമത്തിൽ. കണ്ണിനെ കുരുടാക്കുന്ന അകങ്കണ്ണിനെ പ്രകാശിപ്പിക്കാതെ ഞാനും എൻ്റെ ഭർത്താവും, ഞാനും എൻ്റെ ഭാര്യയും, എൻ്റെ തലമുറയും, എൻ്റെ വീടും എന്നുള്ള മാത്രമുള്ള ദർശനം വിട്ട് ആമേൻ ദൈവിക കാഴ്ചപ്പാടിൻ്റെ കലവറയായി നിന്റെ ഹൃദയത്തിൻ്റെ മനോഭാവം മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആളിരിക്കാൻ ഇടമില്ലാതെ സഭയ്ക്കകത്തൊരു വർധനവ്. ഹോ ഹല്ലേലൂയ. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെ ദൈവസന്നിധിയിൽ കൊതിക്കുന്നു. ഓ ആമേൻ, അങ്ങനെ ആഗ്രഹിക്കുന്നതിന് വല്ല കുറവും ആമേൻ വരുത്തണമോ? അങ്ങനെ ഞാൻ ആഗ്രഹിക്കുകയാളിരിക്കാൻ ഇടമില്ലാതെ ഇതിനകത്തൊരു വർധനവ് ദൈവം പ്രഖ്യാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇരിക്കാൻ ഇടമില്ലാതെ വണ്ണം ആമേൻ ചർച്ചിനകത്തൊരു വർധനവ്. ആമേൻ ചർച്ചിനകത്ത് അത്ഭുതങ്ങൾ, ചർച്ചിനകത്ത് മിറക്കിളുകൾ, രോഗികൾ സഡൻലി സൗഖ്യമാകുന്ന, സ്പോട്ടിൽ വിടുതൽ ആമേൻ അനുഭവിക്കുന്ന ദൈവിക അനുഭവങ്ങൾ ഈ ആലയത്തിനകത്ത് സംഭവിക്കാൻ ഇന്ന് പകലിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ചർച്ചുകളുടെയും സമാധാനം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആമേൻ ഷാലോം കാരിക്കോടിൻ്റെ സമാധാനം നിലനിൽക്കട്ടെ. ആമേൻ ഷാലോം ഫാമിലിയുടെ സമാധാനം നിലനിൽക്കട്ടെ. ഷാലോം ആമേൻ സഭയുടെ ആമേൻ സ്വസ്ഥത നിലനിൽക്കട്ടെ. ഓ ആമേൻ, ഹല്ലേലൂയ. പലവർക്കും ഉറക്കമില്ല, പലവർക്കും സമാധാനമില്ല, പലവർക്കും സ്വസ്ഥതയില്ല. ചുറ്റുപാടും പലവരും പല വിധത്തിൽ അസ്വസ്ഥതപ്പെടുമ്പോൾ ഇന്ന് പകലിൽ സഭയ്ക്കകത്ത് ആരാധിക്കാൻ വന്നിരിക്കുന്ന ജനം ഒരുമിച്ച് പറയണം, ഞങ്ങളുടെ സമാധാനം കർത്താവിൽ വലുതായിരിക്കട്ടെ, ഞങ്ങളുടെ സമാധാനം കർത്താവിൽ സുരക്ഷിതമായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യഹൂദിയ, ഗലീലിയ, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. എന്താ കാരണം എന്നറിയോ? കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രാപിച്ച ആത്മാവിനെ അവർ എക്സസൈസ് ചെയ്തു. ആമേൻ സഭയ്ക്കകത്ത് വിടുതലുകൾ ഉണ്ടായി. ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ സ്തോത്രം ശമരിയിൽ ആമേൻ 8:8 വായിക്കുന്നു, അങ്ങനെ ആ പട്ടണത്തിൽ വലിയ വളരെ കണ്ടോ 8-ാം അധ്യായത്തിൽ ശമരിയ പട്ടണത്തിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ തിരക്കണം. സ്തോത്രം. ഒരു വീട്ടിലും സമാധാനമില്ല, ഒരു വീട്ടിലും സ്വസ്ഥതയില്ല, എല്ലാ വീടുകളിലും ആമേൻ രോഗപ്രശ്നങ്ങൾ, എല്ലാ വീടുകളിലും ഭൂതഗ്രസ്തർ, ഭൂതബാധിതർ. അങ്ങനെ ആ പട്ടണം മുഴുവൻ പൈശാചിക ബെൽറ്റ് കൊണ്ട് ബന്ധിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആ പട്ടണത്തിലേക്ക് ഫിലിപ്പോസ് ചെന്ന് യേശു കർത്താവിനെ പ്രസംഗിക്കുന്നു. ആമേൻ സുവിശേഷത്തിന്റെ ശക്തി ആ പട്ടണത്തെ വിടുവിക്കുന്നു. അവിടെ സംഭവിക്കുന്നു 8-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. ഇതൊക്കെ കാരണം ദൈവമക്കളെ പരിശുദ്ധാത്മാവിനനുസരിച്ച് ചലിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിന് കീഴ്പ്പെട്ടു. ഹല്ലേലൂയ. വലിയ സന്തോഷം, വലിയ സന്തോഷം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ. അത് കൊതിക്കുന്നു, അത് ആഗ്രഹിക്കുന്നവർ ആമേൻ ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ പറഞ്ഞല്ലോ പല ട്രെൻഡുകളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ ആത്മീയൻ്റെ ട്രെൻഡിനകത്ത്
അതിനകത്ത് ആമേൻ ഇതൊന്നും അതിനെ കവർ ചെയ്ത് ആമേൻ കടന്നു വരരുത്. ഇന്ന് പകല് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഫുട്ബോളിനെതിരല്ല, ഞാൻ രാഷ്ട്രീയത്തിനെതിരല്ല, ഞാൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒന്നിനും ആമേൻ ഞാൻ എൻ്റെ വാക്കുകൾക്കോ പ്രസംഗങ്ങൾക്കോ എൻ്റെ ചിന്താഗതികൾക്കോ എതിരല്ല. എല്ലാം നമുക്ക് വേണം. പക്ഷേ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ഇതൊന്നും നമ്മളെ കാർന്നു തിന്നരുത്. ആ കാലത്ത് ആമേൻ ആ സ്ത്രീ മരിക്കുന്നു, പക്ഷേ അവൾ ഉയർത്തെഴുന്നേൽക്കുന്നു. സ്തോത്രം. നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് സമാധാനം വേണം, സ്വസ്ഥത വേണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ജീവിക്കണം. നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്. എല്ലാ കണ്ണും അടച്ച് സ്തോത്രം ചെയ്ത്, എല്ലാ കണ്ണും അടച്ച് ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ചു. കൊയർ മുൻപോട്ട് കടന്നു വരുന്നു. നമ്മളൊന്ന് പാടി കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങിയാണ്. എല്ലാവരും ചേർന്ന് സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ. ഇന്ന് പകലിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ. കർത്താവേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂട്ടം ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചൊരു കൂട്ടമുണ്ട്. പക്ഷേ ഇത് എന്തെന്ന് പോലും അറിയാത്ത മറ്റൊരു കൂട്ടരുണ്ട്. സ്തോത്രം. ആമേൻ. ഈ പറയുന്ന ശക്തി, ഈ പറയുന്ന ആത്മതലം, ഈ പറയുന്ന ആത്മമണ്ഡലം ഇതെന്തെന്ന് പോലും അറിയാത്തൊരു കൂട്ടം നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഹല്ലേലൂയ അങ്ങനെയുള്ളവരും പ്രാർത്ഥിക്കണം. ഇനിയും പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, അവർ പ്രാർത്ഥിക്കണം. കർത്താവേ ആമേൻ ആ കൃപ എൻ്റെ മേൽ പകരണമേ. ഇനിയും ഹല്ലേലൂയ അതിൻ്റെ ഒരു റീഫില്ലിന് കൊതിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആമേൻ പ്രാപിച്ചത് നഷ്ടപ്പെട്ടു പോയി. ഒരു കാലത്ത് ഞാൻ ആത്മാവിൽ ആരാധിച്ചു, ഒരു കാലത്ത് ഞാൻ ആത്മാവിൽ സ്തോത്രം പറഞ്ഞു, ഒരു കാലത്ത് ആത്മമണ്ഡലത്തിൽ ജീവിച്ചവളാ. പക്ഷേ അതിനെനിക്ക് കഴിയുന്നില്ല, ഇപ്പോൾ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എനിക്കത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകലിൽ ഒരു റീഫില്ലിന് കൊതിക്കുക. ആമേൻ. അതിനപ്പുറത്ത് സ്തോത്രം ഒരു ഫുൾഫില്ലിംഗ് സ്തോത്രം. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്നും ഒഴുകിയത് ആമേൻ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചലിച്ചു. അവിടെ ചലിക്കാത്ത പ്രാണികൾ നിർജീവമായി പോയത് ചലിക്കാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം, ഫുൾഫില്ലിംഗ്. സ്തോത്രം. കൂടാരത്തിനകത്തൊരു ഫുൾഫില്ലിംഗ്, നിന്റെ പ്രാർത്ഥന മുറിക്കകത്തൊരു ഫുൾഫില്ലിംഗ്. ഒന്ന് സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ആത്മാർത്ഥം വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. വാക്കുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഞാനൊരു സത്യം പറയാം. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിനക്ക് കയറിക്കിടക്കാൻ ഒരു നല്ല വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഹല്ലേലൂയ നിന്റെ തലമുറ ഒരു നല്ല ദേശത്തെത്തി മാന്യമായ ഒരു ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആ രോഗം എനിക്ക് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അതീവ ഗൗരവമുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ പറയുന്നത്. മരിച്ചാലും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ള ഹല്ലേലൂയ എൻ്റെ മൺകൂടാരത്തിനകത്തേക്ക് ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് എന്നെ ഉയർപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് വേഗണം കർത്താവേ. ഇന്ന് പകല് വാ തുറന്നൊന്ന് പറ, എനിക്കിത് വേണം കർത്താവേ. അതുണ്ടെങ്കിൽ എൻ്റെ സഭ വളരും, അതുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഞാൻ പ്രയോജനപ്പെടും. ഹല്ലേലൂയ. നമുക്ക് ആ കരങ്ങളടിച്ച് ഒരുമിച്ച് ഒന്ന് പാടാം. ആത്മശക്തിയെ നിറച്ചിടുക. നമുക്ക് ഒരുമിച്ച് പാടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അക്കരങ്ങൾ ശക്തിയോടെ ഹല്ലേലൂയ. ശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. പ്രാർത്ഥനയോടെ പാടുകേ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു
ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഓ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ഒരുമിച്ച് അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു അഭിഷേകോ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കും അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപ. അന്ധകാര ശക്തികളെ ക്ലേശം നിറയും മരുയാത്രയിൽ, ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാടുമ്പോ നീരുറവാ ഞാൻ എഴുന്നേറ്റു. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാടുമ്പോ തുറന്നിടുക നന്ദിയുറവാ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക, അന്ധകാര ശക്തികളെ ജയിക്കും അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ ആത്മാവിനാൽ എന്നെ ശക്തിയാൽ കോട്ടകൾ തകർത്തിടും. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ ആത്മാവിനാൽ കോട്ടകൾ തകർത്ത് അഭിഷേകം പുരുഷത്തെ പ്രാപിക്കുവാൻ അഭിഷേകം ചുടരരേ സമാധാനരേ
andere namdana vaidere namdana vaidamana vaidamana shamdere re andamana vaidana oh hallelujah namdamana re andana vaidere andamana vaidana oh namdamana vaidana tudana vaidere andamana vaidana bari andarada andana vaidere andana സന്തോഷം ആത്മസന്തോഷം ഇന്ന് പകലിൽ ചില മനസ്സിലേക്ക് മറ്റെന്തിനേക്കാളും ആമേൻ ഈ ആത്മാവിന്റെ ഒരു സന്തോഷം ചൂട് അന്തരവിടെ അന്യഭാഷകളിൽ ആ വാ തുറന്ന് ഈ ആത്മമണ്ഡലത്തിൽ നിന്ന് നീ അധികാരം കൈകാര്യം ചെയ്തു. ഈ ആത്മമണ്ഡലത്തിൽ നിന്ന് നീ വിശ്വാസം പറഞ്ഞു. അത് സംഭവിക്കും. മരിച്ചതിനെ ജീവിപ്പിക്കാൻ നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഇല്ലാത്തതിനെ ഉളവാക്കാൻ നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അഭിഷേകത്തിൽ നിറയട്ടെ, അഭിഷേകത്തിൽ നിറയട്ടെ, അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറയട്ടെ, അഭിഷേകത്തിന്റെ ഫലത്തിൽ വർധനം ഉണ്ടാകട്ടെ. അവസ്ഥകൾ മാറുന്നു, അവസ്ഥകൾ മാറുന്നു. പണിയപ്പെടേണ്ടതിന് ദൈവം പണിയുന്നു, പൊളിക്കേണ്ടതിന് ദൈവം പൊളിക്കുന്നു, തകർക്കേണ്ടതിന് ദൈവം തകർക്കുന്നു. മനുഷ്യന് കഴിയാത്തത് ദൈവത്തെ കൊണ്ട് കഴിയും. ഇന്ന് പകലിൽ ആ ദൈവത്തെ മുറുകെ പിടിച്ചോ. നിന്നെ കൊണ്ട് കഴിയാത്തത് ദൈവത്തെ കൊണ്ട് കഴിയൂ. ആ ദൈവശക്തി വ്യാപരിക്കട്ടെ.
കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്. ആ രണ്ട് വരികൾ മാത്രം ഒന്ന് പഠിക്കുക. കൃപ വേണമപ്പാ, കൃപ വേണ. നെഞ്ചു പൊട്ടി കർത്താവിനോട് പറഞ്ഞേ, എനിക്ക് ആ കൃപ വേണമപ്പാ ഈ മക്കൾക്ക്. കൃപ കൃപ വേണം, ഓ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും ഒന്ന് കഴിയുന്നത് ആത്മാവിനെ കൊണ്ട് കഴിയത്തുള്ളൂ. എന്തെങ്കിലും കഴിയുന്നത് ആത്മാവിനെ കൊണ്ട് കഴിയത്തുള്ളൂ. വിധേയപ്പെടുക, അതിനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുക. മറ്റെന്തിനേക്കാളും ആ കാലത്ത് ദീനം പിടിച്ച് മരിച്ച തബീതായെ എഴുന്നേൽപ്പിച്ചത് പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് നടന്ന പത്രോസ്. ഞാൻ ഇന്ന് പകലിൽ അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഇതിനകത്ത് ചിലവർ അങ്ങനെ ആത്മീയമായി മരിച്ചതിനെ എഴുന്നേൽപ്പിക്കാൻ, ഹല്ലേലൂയ, ആത്മാവിനെ വഹിക്കുന്നവരായി മാറട്ടെ. കർത്താവ് അത് സഹായിക്കട്ടെ. നമുക്ക് ബലവും ദൈവം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ രവിച്ചാന് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഓപ്പറേഷനുണ്ട്, കണ്ണിൻ്റെ ആ പ്രയാസങ്ങൾ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ കുഞ്ഞമ്മാമയ്ക്കും ആമേന ആ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കാനുണ്ട്. സ്തോത്രം. ദൈവം അവരെ സഹായിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഓപ്പറേഷന് കർത്താവ് കൂടെ ഇരിക്കട്ടെ. എല്ലാ വിഷയങ്ങളും ഓർത്ത് ഒരിക്കൽ കൂടെ അക്കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രത്തോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് എല്ലാവരും ഹല്ലേലൂയ ഒന്ന് വാ തുറന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, ഒരു കർത്തൃപകൽ കൂടെ ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയല്ലോ. ഞങ്ങൾ വന്നിരുന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ഈ ഒടുവിലത്തെ സമയം വരെയും കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ അവിടെ നിന്ന് മറച്ചതിനായിട്ട് നന്ദി. ഈ ജനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ജനത്തെ അവിടുത്തെ നാമം പ്രതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ മക്കൾ വിയർപ്പിൽ നിന്ന്, അധ്വാനത്തിൽ നിന്നും, അവരുടെ ജോലിയിൽ നിന്നൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അർപ്പിച്ച സ്തോത്ര വഴിപാടിനായിട്ട് നന്ദി. ദൈവമേ, ഈ നന്മകളെ വർദ്ധിപ്പിക്കണമേ. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കണമേ. തൻ്റെ മക്കൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ എൻ്റെ ദൈവം അനുവദിക്കരുത് എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടെ ഷാലോം കുടുംബത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഞങ്ങളൊരു കുടുംബമായി അവിടുത്തെ നാമത്തെ ഉയർത്താൻ ഈ ദേശത്ത് ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നുവെന്നും ഞങ്ങൾ അറിഞ്ഞ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ പാത്രങ്ങളായി മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹമുള്ളവരായി മാറാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് നന്ദി. പ്രാർത്ഥന കേൾക്കണം. പുത്രൻ തമ്പുരാൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ പൊന്നു പിതാവേ. ഹല്ലേലൂയ. നാം തമ്മിൽ കാണും വരെയും ഇമ്മാനുവേലിൻ മറവിൽ നാം തമ്മിൽ കാണും വരെയും ജനമൊന്ന് വാ തുറന്നു പാടുകേ. മറവിൽ യഹോവ നമ്മെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ.
യഹോവ നമ്മെ അനുഗ്രഹിച്ചോ കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച് സമാധാനം നൽകിയിടട്ടെ. യഹോവ നമ്മെ സിയോനിൽ നിന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച് സമാധാനം നൽകിയിടട്ടെ. യഹോവ നമ്മെ സിയോനിൽ നിന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. വിഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി എപ്പോഴും ആനന്ദത്തോടെ നിർത്തുന്ന പിതൃപുത്ര പരിശുദ്ധയാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കാവൽ പരിപാലന ആശീർവാദ അനുഗ്രഹങ്ങൾ നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നമ്മുടെ ദേശത്തിൻ്റെ വേലയോടും കൂടെ നമ്മുടെ നാഥൻ്റെ പുനരാഗമനം വരെ ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഈ പകലിലും ജയം നൽകുന്ന ദൈവത്തിന് മൂന്നാവർത്തി ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.